തിരുവനന്തപുരം പേരൂർക്കട PNNM സ്കൂളിൽ പ്രതിഷേധിച്ച രക്ഷകർത്താക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസിന്റെ ഭീഷണി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കുമെന്നാണ് പേരൂർക്കട പോലീസ് ഭീഷണിപ്പെടുത്തുന്നത്. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചത്. സ്കൂളിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വീണ MS ചേരുകയാണ് സ്കൂളിൽ നിന്നും. വീണ, ഈ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ കുട്ടികളും രക്ഷകർത്താക്കളും അവിടെ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പ്രതിഷേധിച്ചവർ അവരെ കുറ്റക്കാരാക്കുന്ന രീതിയിലുള്ള നീക്കമാണോ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? തീർച്ചയായും ഗൗതം, പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഭീഷണിയാണ് പേരൂർക്കട പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അവസാന പ്രവൃത്തി ദിവസം. ഈ സ്കൂളിൽ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ +1 +2 സയൻസും ഹ്യൂമാനിറ്റീസും വിഭാഗം കുട്ടികളാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെയും രക്ഷിതാക്കൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലടക്കം നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അതായത് കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെയും ഒപ്പം തന്നെ ഇവർക്ക് രക്ഷിതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ്. പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കെതിരെ TC നൽകുമെന്ന ഭീഷണി കൂടെ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥ, സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ ജനൻ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയിലൂടെയാണ് ലോകം ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് MLA അടക്കം കഴിഞ്ഞ ദിവസം സ്കൂളിൽ എത്തിയിരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നടപടിയൊന്നും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വീകരിച്ചത്. PSNM സ്കൂളിലെ സയൻസ് വിഭാഗം, +1 സയൻസ് വിഭാഗം കുട്ടികളാണ്. നമ്മളന്ന് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഈ സയൻസ് ലാബിലെ സ്കെൽട്ടൻ അടക്കം കസേരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷിതാക്കളടക്കം ഇവിടെയുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് കുട്ടികളും സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്ത്, അതായത് നിയമം കേസ് എടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധം സ്കൂളിന് പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. രക്ഷിതാക്കളാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഇതിൽ നടപടിയാകുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ രക്ഷിതാക്കളുടെ തീരുമാനവും. ഇപ്പോൾ ഇന്ന് ഏത് ഘട്ടത്തിലാണ്, ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ രാവിലെ പ്രതിഷേധവുമായി തുടങ്ങിയ സമയത്താണോ ഇത്തരത്തിലുള്ള വിഷയം നടന്നു? അല്ല, ഞങ്ങളിവിടെ കുട്ടികളെ കൊണ്ടാക്കാൻ വന്നപ്പോൾ ടീച്ചറിനോട് ചോദിച്ചായിരുന്നു എന്താണ് ഇവിടുത്തെ പ്രതികരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെറിയ സജ്ജീകരണങ്ങൾ പ്രിൻസിപ്പൾ ഒരുക്കിയിട്ടുണ്ട്, അത് നമ്മൾ ഇന്ന് രാവിലെയാണ് അറിയിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്ത് പോയപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പുതിയ ബോർഡ്, ബാക്കിയുള്ള 3 ക്ലാസ് റൂമുകളിലും പഴയ ബോർഡാണ്, ഒരിടത്ത് പൊട്ടിയ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം കുട്ടികളെ പഠിപ്പിക്കാനായില്ല, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാലിൻ്റെ ഇൻചാർജുള്ള ടീച്ചറാണ് എന്നോട് സംസാരിക്കുന്നത്, മഞ്ജു എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞ് പ്രൊജക്ടറിൻ്റെ പകരം എന്തൊരു പോർട്ടബിൾ പ്രൊജക്ടർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ ക്ലാസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ നിലവിൽ? ഇല്ല, നടക്കുന്നില്ല. കുട്ടികൾ ക്ലാസ്സിൽ കയറാൻ തയ്യാറാണ്. കാരണം ആ പ്രൊജക്ടർ ഇവർ പറഞ്ഞത് വെച്ചിട്ട് കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ പുറത്ത് തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ഏതൊരു ഘട്ടത്തിലാണ് എത്തിയ പോലീസ്? അതെ, ഞങ്ങളിത് കണ്ട് വീട്ടിൽ പോകാൻ തിരിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ PT പ്രസിഡന്റ് അജ്മൽ ഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് വന്നായിരുന്നു. ഞങ്ങൾ പാരൻസിനോടായിരുന്നാലും കുട്ടികളോടായിരുന്നാലും പ്രിൻസിപ്പാലിന് അവർക്ക് നല്ല പെരുമാറ്റമല്ല. ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇയാൾ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾ ആരാണ് ഇവിടെ കയറ്റിയത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ ഇതിനകത്ത് കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഷൗട്ട് ചെയ്യുകയും ഞങ്ങളിൽ 1-2 പാരൻസിനെ അയാൾ അടിക്കാൻ, അതായത് ഞങ്ങളിങ്ങനെ മാറിപ്പോകുമ്പോഴും അവരടിക്കാൻ, അതിനുള്ള വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നീടുള്ളതാണുള്ളത്, ആദ്യം മുതലുള്ളതൊന്നും ഇല്ല. അത് എന്നെയും 1-2 പാരൻസിനോടൊക്കെ ഘട്ടത്തിലാണ് പോലീസ് എത്തി. ആരാ പോലീസിനെ വിളിച്ചത്? അവർ വിളിച്ചെന്നാണ് പറയുന്നത്. PT വിളിച്ചാണ് പോലീസ് വന്ന് ഞങ്ങളടുത്ത് വളരെ ഷൗട്ട് ചെയ്ത് നിങ്ങൾ പോയേ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ പേരിൽ കേസെടുക്കും, സ്കൂളിൽ ക്ലാസ് നടക്കുന്നതിന് ഞങ്ങൾ അതിനൊന്നും ഒരു തടസ്സവും ചെയ്തിരുന്നില്ല. ഞങ്ങൾ വന്ന് അങ്ങനെ ഞങ്ങളടുത്ത് ഇങ്ങോട്ട് വന്ന് പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോകുമായിരുന്നു. കാരണം ഇപ്പോൾ തൽക്കാലം പഠിപ്പിക്കാനുള്ള പ്രൊജക്ടറും ബോർഡും കിട്ടിയിരുന്നു. തൽക്കാലം പഠിക്കാനുള്ള പ്രൊജക്ടർ എത്തിയെന്നത് അത് കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണോ സജ്ജീകരിച്ചിരിക്കുന്നത്? അല്ല, കാരണം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തതല്ല. ഞങ്ങളടുത്ത് കുട്ടികൾ ഇറങ്ങി പോകരുത്, ഞങ്ങളൊന്ന് നോക്കട്ടെ, പോകരുതെന്ന് അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കുഴപ്പമില്ല മക്കളെ നിങ്ങളിരുന്നു, പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ക്ലാസ്സിൽ പോയിട്ട് തുടങ്ങി. ഒരു പോർട്ടബിൾ പ്രൊജക്ടറേ ഉള്ളൂ, അത് ബോർഡ് ഇങ്ങനെ നമ്മൾ ബോർഡിൽ പഠിക്കണം, പ്രൊജക്ടർ പുറകിൽ. അപ്പോൾ പ്രൊജക്ടർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിയണം. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചെന്ന്, അപ്പോൾ ടീച്ചർ എങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ കുറച്ച് തിരിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല മക്കളെ ഇരിക്കണം. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്കൊരു തീരുമാനമാണ്, കാരണം ഇനിയിപ്പോൾ പരീക്ഷ എടുത്ത്, ഇതിപ്പോൾ ഒക്ടോബറായി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അധിക സമയമില്ല, പരീക്ഷ എടുത്ത് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരും. ലാബിൻ്റെ വിഷയത്തിൽ എന്താണ്? സയൻസ് ലാബ് അടക്കം ശോചനീയ അവസ്ഥയിലാണല്ലോ, അതിൽ പരിഹാരമായി? വീഡിയോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. സ്കെൽറ്റ് ഇപ്പോഴും കസേരയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്രമം ഇപ്പോഴും തുടരുന്നു, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല.
ലാബ് ഒന്നും എല്ലാം പഴയ തന്നെ. ഈ ഒരു ബോർഡ് വെച്ചെന്നുള്ളത് മാത്രം, പോർട്ടബിൾ പ്രൊജക്ടറും അതും കുട്ടികൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് അവരെന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് പോവരുത്. അവർക്ക് ഇപ്പം പോലീസുകാരുൾപ്പെടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേരൻസാണ് കുഴപ്പം, ഞങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോവാതെ ഇവിടെ പിടിച്ച് നിർത്തുന്നത് നമ്മളെ മക്കളാണ്, ഒരാളല്ല. നമ്മളെല്ലാവരും മക്കളായിട്ടാണ് കാണുന്നത്, ഈ മക്കളാണ്. കാരണം ഞങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്, അവരോട് പോവരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവരോട്ട് പോകാനും തോന്നണില്ല. പക്ഷേ ഇത് ആസിബിൾ അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഇന്ന് പ്രിൻസിപ്പളിനെ കാണുകയോ മറ്റ് ടീച്ചർമാരെ കാണുകയോ ചെയ്തിരുന്നു? അല്ല, പ്രിൻസിപ്പാളില്ല, മിക്ക ടീച്ചേഴ്സും ഇന്ന് ലീവിലാണ്. ടീച്ചർമാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര്, നിങ്ങൾ കയറി നോക്കി അറിയാം, കുറച്ച് പേരുകൾ, ബാക്കി എല്ലാവരും ലീവിലാണ്. സയൻസ് പഠിപ്പിക്കുന്ന, അതായത് അന്ന് പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരൊറ്റ ടീച്ചർമാരും ഇന്നില്ല, പ്രിൻസിപ്പാൾ ഉൾപ്പെടെ. പിന്നെ വേറൊരു കേസ് എടുത്ത് പറയേണ്ടത്, PTA പ്രസിഡൻ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആളെ പുറത്തുനിന്ന് വിളിച്ചെടുത്തിട്ട് ഒരു പാരൻറ്റിനെ അടിക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂൾ കോമ്പൗണ്ടിലെ ഗേറ്റ് പൂട്ട് അവനെ കൊടുത്തിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് വീഡിയോ ക്ലിപ്പുകളുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നില്ല ഞങ്ങളീ പറയുന്നത് എന്തിനാണ്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെയോ രാഷ്ട്രീയതരമായിട്ടൊന്നും അല്ല, നമ്മൾ കുട്ടികളില്ലേ അവരുടെ ഇതിന് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ വേറെ എന്തൊക്കെയോ തലത്തിൽ കൊണ്ടുപോകണം, എന്താണെന്ന് കൂടി ഞങ്ങൾക്ക് അറിയണം. പിന്നെ ഇവർ പറയണ TC, അതായത് ഈ കുട്ടികളെ പേര് നോട്ട് ചെയ്ത് വെച്ചു, ഈ നിൽക്കുന്ന പേരൻസിനെ നോട്ട് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ ജീവനോ ഞങ്ങളുടെ ജോലിക്കോ ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ PTAയും ഉത്തരവാദികളായിരിക്കും. അത് ഇപ്പോഴും നോട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതിന് കുട്ടികൾക്ക് സംഭവിച്ചാൽ, അവരുടെ ഭാവിക്ക് എന്തെങ്കിലും രീതിയിൽ പരീക്ഷയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇവിടുത്തെ പ്രിൻസിപ്പാളും PTAയും പ്രസിഡൻറ്റും മാത്രമായിരിക്കും ഉത്തരവാദികൾ. കാരണം വെച്ചാൽ ഞങ്ങൾക്കും പേടിയുണ്ട്. പിന്നെ ഇവർ പെട്ടെന്ന് സ്കൂൾ മാറ്റി വിടും. ഞങ്ങൾ പാവങ്ങൾ എവിടെ കൊണ്ടുപോകാനാണ്? കഷ്ടപ്പെട്ടാണ് ഒരു അഡ്മിഷൻ വാങ്ങിച്ച് സ്കൂളിൽ ചേർത്തത്. പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞ് ഞങ്ങൾ ഈ എവിടെ കൊണ്ടുപോടാൻ? ലോജിക്കില്ലേ? ഇത് കാണുന്നവർ സത്യമായിട്ട് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഇതിനൊരു നീതി നടപ്പാക്കി തരണം. ഞങ്ങളെ കൂടെ നിൽക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നുമില്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ദയവേത് ഞങ്ങളെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇതിനെതിരെ കനത്ത രീതിയിൽ പ്രതിഷേധിക്കണം. ഞങ്ങൾക്കൊരു നീതി വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ കയ്യിൽ പണമോ ആൾബലമോ ഇല്ല. ദയവേത് ഞങ്ങൾ കൈ കൂപ്പി പറയുകയാണ്, ജനങ്ങളെ നിങ്ങൾ പ്രതികരിച്ച് ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ തൊഴുകൈയോടെ പറയണം. കാരണം ഇവിടുത്തെ ഏറ്റവും ചോദ്യം നമ്മൾ പെൺമക്കൾ, നിങ്ങൾക്കറിയാലോ പെൺമക്കളുള്ള മക്കളാണ് ഉള്ള. എൻ്റെ മോളൊരു സ്കൂളിൽ പഠിക്കണം, പക്ഷേ ഇന്നൊരു ഒരു പരാതി എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പെൺമക്കൾ കരഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയണത്. ബാത്റൂമിന് കുറ്റിയില്ല, ഞങ്ങൾ എന്തായിട്ട് ഒരു ഇൻ്റർവെൽ സമയത്ത് ബാത്റൂമിൽ പോയി നമ്മൾ എന്തൊരർത്ഥത്തിലിരിക്കും? ആൺകുട്ടികളുള്ള സ്കൂളാണ്. ദയവേത് ജനങ്ങളെ പ്രതികരിക്കും. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മക്കളോടൊപ്പം നിൽക്കും. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിക്കാരോ ആൾബലമോ പണബലമോ ഇല്ല. ഞങ്ങളെ കുറ്റപ്പെടുത്താതെ, ഞങ്ങൾക്കെതിരെ തിരിയാതെ ഞങ്ങളെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. തീർച്ചയായും നമ്പർ 1 വിദ്യാഭ്യാസമാണ് കേരളത്തിലുള്ളതെന്ന് അവകാശവാദം അടിക്കുന്ന അധികാരികളടക്കം ഇത് കാണണം. ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ. ഒരു ദിവസമല്ല, ഇത് പല ദിവസമായവർ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ നടപടിയാകാത്ത ഘട്ടത്തിലാണ് രക്ഷിതാക്കൾക്കടക്കം ഇവിടെ നിൽക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി സ്കൂളിൽ എത്തിയവരാണ് ഈ രക്ഷിതാക്കളും, ഒപ്പം തന്നെ ഈ കുട്ടികളും. ക്ലാസ് ഒന്നും നടക്കുന്നില്ല. അവർക്ക് അടിസ്ഥാന സൗകര്യം നൽകുന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോർട്ടബിൾ പ്രൊജക്ടർ വെച്ചല്ലോ, അതെങ്ങനെയാണ്? അത് നമ്മൾ ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ബാക്കിലാണ് ഇത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ച് ഇവരുടെ അടുത്ത് ബാക്കിയുള്ള വിഷയം വരുമ്പോൾ ബോർഡ് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചപ്പം നിങ്ങൾ അറേഞ്ച് ചെയ്ത് അത് തിരിച്ച് ഇട്ട് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ പിന്നെ ബെഞ്ച് അറേഞ്ച് ചെയ്തോളാണ് പറയണത്. ഓരോ വിഷയത്തിന് നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നേ പറ്റുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയണത്. അതിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം എല്ലാ ക്ലാസ്സിലും. ഒരു ക്ലാസ്സിൽ ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത് ആ വിഷയം വരുമ്പം അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് അവർ പറയണത്. അല്ലാതെ പ്രൊജക്ടർ എടുത്ത് വെച്ചിട്ടില്ല. ഒരു മണിക്കൂറിൽ ഒരു ക്ലാസ്സിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ ബോട്ടണി സോളജി ഒരുമിച്ച് വരികയാണെങ്കിൽ പറ്റൂല. ബോട്ടണിക്ക് ഒരു സമയം ഒന്നിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ബോർഡ് വെക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രൊജക്ടർ അത് വെച്ചേക്കണം. അപ്പോൾ അതെന്ത് അങ്ങനെ വെച്ചെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, കൊച്ചു പിള്ളേരിലും അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കണം. ഇതുള്ളത് വരുമ്പം നിങ്ങൾ തിരിഞ്ഞിരിക്കണം. പ്രൊജക്ടറിലുള്ള വിഷയം വരുമ്പോൾ നിങ്ങൾ അടുത്ത് തിരിഞ്ഞിരിക്കണം. ബെഞ്ചൊക്കെ അതേപോലെ അറേഞ്ച് ചെയ്ത് തന്നെ നിങ്ങൾ ഇരിക്കണം എന്നാണ് ടീച്ചേഴ്സ് പറയണത്. അത് മാത്രമല്ല, PTA പ്രസിഡന്റ് രാവിലെ വന്ന് പാരൻസിനെ അടിക്കാൻ നോക്കി, ഒരു പാരന്റിനെ അടിക്കാൻ നോക്കി. അത് മാത്രമല്ല, അയാൾ ഒറ്റയ്ക്കല്ല അടിക്കാൻ നോക്കി, പുറത്തുനിന്ന് ആളെ വിളിച്ച് അടിക്കാൻ നോക്കി. എന്നിട്ട് നമ്മളെ പാരൻസ് സ്കൂളിൽ കയറിയപ്പോൾ പോലീസിനെ വിളിച്ച് വരുത്തി. PTA പ്രസിഡന്റ് ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ഒക്കെ ഇവിടെ കയറാം, നമ്മളെ പാരൻസിന് നമ്മളെ സൗകര്യം
പറയാൻ വേണ്ടി ഇവിടെ കയറി അവർ പോലീസിനെ വിളിച്ച് എന്നിട്ട് ഇന്ന് ഇവിടെ ഇതിന് ഇറങ്ങുന്ന പിള്ളേരെ പേര് പ്രത്യേകം എഴുതി വെക്കണം, അവർക്ക് TC ഉള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഇവിടെ വേറെ ഒരു ചാർജും ഉള്ള സാറല്ല, അത് ഇവിടെ പുറത്ത് ആരെ ഫ്രണ്ട് എന്നാണ് പറയണത്, ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് അവർ. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കടക്കം ഗൗതം ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ, ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പഠനം, ഈ സ്കൂളിൻ്റെ പഠനം മതിയാക്കുമെന്നുള്ളതിനാണ്. വിദ്യാർത്ഥികൾ ആ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം. ഹയർ സെക്കൻഡറി വിഭാഗമാണ് പരീക്ഷയടക്കം അടുക്കുന്ന ഒരു സാഹചര്യമാണ്. സയൻസ് വിഭാഗമാണ്. ലാബിൻ്റെ ശോചനീയ അവസ്ഥയടക്കം ജനൻ TV റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ വാർത്തകൾ ഉണ്ടായി ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നടപടി സ്വീകരിക്കാതെ പ്രധാന അധ്യാപിക ഉൾപ്പെടെ ലീവ് എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധവുമായി ശക്തമായി പോകാനാണ്, പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് കുട്ടികളുടെ തീരുമാനം. പേരൂർക്കടയിലെ ഈ സ്കൂളിലെ ശോചനീയാവസ്ഥയുടെയും അവിടെ നടക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ പറ്റിയും ആദ്യം റിപ്പോർട്ട് ചെയ്തതും വീണ തന്നെയാണ്. ഇപ്പോഴും കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. പക്ഷേ ജനം TVയുടെ പൂർണ്ണമായ പിന്തുണ ആ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ട് എന്ന ഉറപ്പ് വീണ തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.